ഈ സിനിമ ചാൻസ് ചോദിച്ചു വന്നാണ്. അല്ല ബസ്സിൽ ചാൻസ് ചോദിക്കും, നമുക്ക് ചാൻസ് ചോദിക്കും. അതൊന്നും പടങ്ങൾ കിട്ടാനുള്ളൊരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എന്തോ പൊട്ടിയും തോന്നും, കുഴപ്പമില്ല. അപ്പം നമ്മൾ എത്തിയിട്ടില്ല, ഇപ്പോഴും നമ്മൾ ചാൻസ് ചോദിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ജോസഫ് ഏട്ടൻ ആഡ് കാണുന്നത് ഞങ്ങളൊരു ആഡ് ചെയ്തായിരുന്നു, ഒരു പരസ്യം ചെയ്തപ്പോൾ നമ്മൾ പുള്ളിനെ പരിചയപ്പെടുന്നതും പിന്നെ പുള്ളിയായിട്ടുള്ളൊരു കോൺടാക്റ്റും ഉണ്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പുള്ളി ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു അല്ലേ, ഒരു വേറെ പടം അനൗൺസ് ചെയ്തായിരുന്നു. അത് കോവിഡ് ആ സമയത്ത് എന്തോ പിന്നെ നടന്നില്ല. ആ പടത്തിൽ ഓൾറെഡി ഞാൻ ചാൻസ് വെച്ചായിരുന്നു, അപ്പോൾ അതിൽ കിട്ടിയില്ല. ആ പടം പിന്നെ നടന്നുമില്ല. അപ്പോൾ ഈ പടത്തിൽ പുള്ളി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു, കാരണം വികൃതി പോലുള്ള നല്ല നല്ല സിനിമകളും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ ഭയങ്കര വിഷ്വലി നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കാടിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിലുണ്ട്. നമുക്ക് ആ ഒരു വിഷ്വലി എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരുപാട് ഇമോഷൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കുറേ ഇമോഷൻസ് ഉണ്ട്. എല്ലാം വളരെ നല്ല രീതിയിലും അതേപോലെ തന്നെ അതിനുള്ളിലുള്ള ഹാർഡായിട്ടുള്ള കോറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ക്യാരക്ടറിന് താന്തോന്നിയായ ഒരു അച്ഛൻ്റെ ഒരു താന്തോന്നിയായ മോൻ, അങ്ങനെയൊന്നല്ല. ഏയ്